ഇത് സബീർ മദ്രസയിൽ നിന്നും വരുന്ന വഴിയാണ്. സൈക്കിളിലുള്ളത് തനിക്കും വീട്ടുകാർക്കും കുടിക്കാനുള്ള വെള്ളം. സൈക്കിളിൽ നിന്നും തോണിയിലേക്ക്, തോണി തുഴഞ്ഞ് തുരുത്തിലെ വീട്ടിലേക്ക്. കാണുന്നവർക്ക് ഇതൊരു കൗതുക കാഴ്ചയാകും. പക്ഷേ കാക്കാതുരുത്തിലും പട്ടർമാട് തുരുത്തിലും ഇത് പതിവാണ്. ചുറ്റും വെള്ളമുണ്ട്, പക്ഷേ കുടിവെള്ളത്തിനായി ഇതേയുള്ളൂ മാർഗം. ഇവരുടെ ഈ ദുരിതം തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കുടിവെള്ളത്തിനായി എല്ലാ വേനൽക്കാലത്തും ഇവർക്കാശ്രയം അക്കരെയുള്ള കരുവൻ തുരുത്താണ്. കടലുണ്ടി പഞ്ചായത്തിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഈ തുരുത്തുകളിൽ 19 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ആകെ ജനസംഖ്യ 160. രാവിലെ തന്നെ സ്ത്രീകളും കുട്ടികളും തോണിയിൽ പോയി വെള്ളം കൊണ്ടുവരാറാണ് പതിവ്. വെള്ളം നമ്മളിങ്ങനെ മുക്കിക്കൊണ്ടായിരുന്നു, അക്കരെ പോയി കണ്ട് 6 മാസം നമുക്ക് ഇങ്ങനെ തന്നെ മഴ പെയ്യുന്നവരെ. കുറേ അയച്ചിട്ട് ഇതിൻ്റെ മുന്നേ സുനാമി കയറിൻ്റെ മുന്നേ പോയി പാതാറല്ലേറ്റ് വെള്ളം നമ്മളെ മുറ്റത്തേക്കാണ് എത്തണത്. വേറെ മാട് മീമാൻ വെള്ളം തന്നെ പാതാറമില്ല. സ്ഥിരമായി കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടികളൊന്നുമില്ല. എന്തായിരുന്നാലും കുടിവെള്ളത്തിന് ഈ കാലങ്ങളിൽ ഇപ്പോൾ ഏകദേശം 7-8 വർഷത്തോളമായി കുടിവെള്ളത്തിൻ്റെ ക്ഷാമം ഇവിടെ അനുഭവപ്പെടാൻ തുടങ്ങി. അതിന് നിരന്തരമായി കൊണ്ട് ഭരണകർത്താക്കളെ പഞ്ചായത്ത് ഭരണസമിതിനെയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിനെയും ഒക്കെ നമ്മൾ സമീപിക്കാൻ തുടങ്ങിയിട്ടും ഇത്ര തന്നെ വർഷങ്ങളായി. മണലെടുപ്പ് വ്യാപകമായതോടെ കിണറുകളിൽ ഉപ്പുവെള്ളം കയറുന്നതിന്റെ തോതും കൂടിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറാമാൻ BR റോബിനൊപ്പം ഷിത, മീഡിയ 1 കോഴിക്കോട്.